1980 മുതൽ അല്ലെങ്കിൽ 1980-90 കാലഘട്ടങ്ങളിലൂടെ ബാല്യ കൗമാരങ്ങൾ കടന്നുപോയ ഞങ്ങളിൽ പലർക്കും ഓർമ്മയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വിനോദ ഉപാധി അല്ലെങ്കിൽ വിനോദ ഉപകരണമായിരുന്നു VHS അല്ലെങ്കിൽ VCR എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇന്നത്തെ പോലെ സെറ്റ് ഓഫ് ബോക്സോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചാനൽസോ ഇങ്ങനെ മാറി മാറി കാണുന്നതിനൊന്നുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ദൂരദർശനാണ്. അപ്പോൾ ദൂരദർശനിലാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മലയാളം സിനിമ, പിന്നെ വല്ലപ്പോഴും സെക്കൻഡ് സാറ്റർഡേ വരുമ്പോൾ ഇടയ്ക്കൊക്കെ തമിഴ് സിനിമകൾ പ്രക്ഷേപണം ചെയ്യുമായിരുന്നു. പിന്നെ വേറെ ഒരു പരിപാടി നമുക്കില്ല. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊന്നും ഈ തിയേറ്ററിലൊന്നും പോയിരുന്ന് സിനിമ കാണാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ VCRൻ്റെ രംഗപ്രവേശനം. അപ്പം VCR അത്രത്തോളം നമ്മളെ സ്വാധീനിക്കാനുണ്ടായ കാരണം ദൂരദർശനിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡിസ്റ്റർബൻസും ഗ്രെയിൻസും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂരം കൂടുന്നതനുസരിച്ചിട്ട് സിഗ്നൽ സ്ട്രെങ്ത് കുറയും. ഇപ്പോൾ വയർലെസ് ആയിട്ടാണല്ലോ സിഗ്നൽ വരുന്നത്. അപ്പോൾ ആൻറ്റിനയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ കുറേ ഗ്രെയിൻസും നമ്മളിന്ന് HD ചാനൽസിൽ കാണുന്ന അത്രയും ക്ലാരിറ്റിയോ പെർഫെക്ഷനോ അന്നത്തെ സിനിമകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ VCR എന്നുള്ള ഉപകരണത്തിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതും പിന്നെ ഈ VCRനകത്തോട്ട് കേസറ്റ് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള VCRകൾക്ക് ഒരു പ്രത്യേക മണമാണ്. ഇതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു സംഭവമല്ല. ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരും VCR കണ്ടിട്ടുള്ളവർ കാണും, പക്ഷേ എല്ലാവരും അത് ആസ്വദിച്ചവരായിരിക്കില്ല. അപ്പോൾ VCRൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഈ 80-90കളിലൂടെ ബാല്യ കൗമാരങ്ങൾ കടന്നുപോയി ഞങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ VCR എന്ന് പറഞ്ഞ ഒരു ഉപകരണം ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു ഇലക്ട്രോണിക്സ് ഉപാധിയാണ്. അല്ലെങ്കിൽ ഒരു ഇന്നത്തെ CD പ്ലെയറിനെയോ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷനെയോ ഒക്കെ പോലെ തന്നെ ഏറെ നമ്മളെ സ്വാധീനിച്ച ഒരു വീഡിയോ ഉപകരണമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.